प्रभु के नाम की स्तुति हो। കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. फिर से एक बार परमेश्वर मुझे यहाँ पर खड़ा होकर बातों को शेयर करने के लिए मदद किया, उसके लिए धन्यवाद करते हैं. കർത്താവ് ഒരു പ്രാവശ്യം കൂടെ എന്നെ ഇവിടെ നിർത്തി നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം പ്രാപ്തനാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. कल के दिन मैं प्रार्थना कर रहा था. yesterday I was praying. ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. 10 to 12. 10 മണി മുതൽ 12 മണി വരെ. I wanted to pray more, but it was not possible. കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ രാത്രി 10 മണി മുതൽ 12 മണി വരെ പ്രാർത്ഥിക്കാൻ സാധ്യമായുള്ളൂ. ज़्यादा नींद आ रहा था, नींद ज़्यादा आ रहा था. വളരെ ഉറക്കം ആ സമയത്ത് അനുഭവപ്പെട്ടു. But I decided to pray, that's all. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചു. प्रार्थना करते समय मैं पास्टर जी के लिए प्रार्थना कर रहा था. ഞാൻ പാസ്റ്റർ സന്തോഷ് ഡേവിഡിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. मैं ऐसे पूछ रहा था प्रभु को, प्रभु कब तक आपका बेटा सहना है कुछ लोगों को, मतलब जैसे कि those are going against him, so until. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ നിൻ്റെ ദാസൻ ഇനിയും എത്ര നാൾ ഇതുപോലെ സഹനം അനുഭവിക്കണം എന്ന് ദൈവത്തോട് ചോദിച്ചു. എത്ര നാൾ ഇതുപോലെ മറ്റുള്ളവരുടെ നിന്ദിക്കപ്പെടാൻ അതിനുള്ള നിന്ദിക്കപ്പെടും, അതിനെന്നാണ് ഒരു അവസാനം ഉണ്ടാകുന്നത് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. Because since 15 years I have been seeing many people who came to pastor, they got something new and they left. Many of the people. കർത്താവിൻ്റെ ദാസനോട് വന്നതിന് ശേഷം കേൾക്കുവാനിടയായത്, കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ പല വ്യക്തികളും കർത്താവിൻ്റെ ദാസനുമായി ചേരുകയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പലതും പ്രാപിക്കുകയും ചെയ്തതിനു ശേഷം എന്നാൽ അവരെല്ലാവരും മടങ്ങിപ്പോയി. I feel not exactly like Jesus, but I feel that जब वो लोग छोड़ते हैं, जब छोड़कर जाते हैं, मुझे लगता है कि जीवन की बातें जो पास्टर जी के साथ हम ले रहे, तो उसको छोड़कर कहाँ जाने के लिए इच्छा लगता है. ഞാൻ ആ സമയത്തെല്ലാം ചിന്തിക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസൻ്റെ അടുത്ത് വന്ന് വളരെ ശ്രേഷ്ഠമായ വചനങ്ങളെ കേട്ടതിന് ശേഷം അതിനെ ഉപേക്ഷിച്ച് എങ്ങനെ പോകുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പോകാൻ സാധിക്കും. कोई स्टोरी नहीं, कुछ नहीं, परमेश्वर का वचन शुद्ध देते हैं यहाँ पर. കർത്താവിൻ്റെ ദാസൻ വളരെ നിർമ്മലമായ ദൈവത്തിൻ്റെ വചനമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. So कल मैं प्रार्थना कर रहा था, प्रभु मुझे इस बात के लिए मेरे अंदर से दिल में दुख था कि प्रभु कब तक सहना है, कब तक सहना है. लोग देखकर बस मजाक के जैसा, नहीं तो हंसी उड़ाना, नहीं तो कुछ ऐसा समस्या में, मतलब समस्या डालना चाहते, लेकिन कब तक सहना है. ഞാൻ വളരെ ദുഃഖത്തോടെ വളരെ അധികം കണ്ണീരോട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എത്ര നാൾ ഇതുപോലെ ഇങ്ങനെ തുടരും, എത്ര നാൾ ഇതുപോലെ കഷ്ടങ്ങൾ അനുഭവിക്കണം നിന്റെ ദാസൻ. मुझे माफ़ करना है, सब लोग छोड़कर नहीं जा रहे, लेकिन कुछ लोगों को मैं देखा, मैं सब लोगों के साथ बात नहीं कर रही, लेकिन ऐसे मेरे अंदर आया, कुछ लोगों को देखने. എല്ലാവരും പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞ, കുറച്ച് ആൾക്കാർ അതുപോലെ വരികയും എന്നാൽ ആ വചനത്തെ സ്വീകരിച്ച് നന്മകളെ പ്രാപിച്ചതിന് ശേഷം അവരെല്ലാം മടങ്ങിപ്പോയി. अतः कल मैं प्रार्थना कर रहा था, प्रभु मुझे एक दर्शन दिया. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു ദർശനം വീണ്ടും കാണിച്ചു. वो दर्शन ऐसा था कि एक वेइंग मशीन था, ऐसा जैसे कि बाहर तराजू होता ना. അപ്പോൾ എന്നെ ദർശനത്തെ ദൈവം കാണിച്ചത് ഒരു തുലാസ് അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്ന ഒരു തുലാസ്, ത്രാസ് അല്ലെങ്കിൽ ത്രാസ്. तो एक ऊपर था साइज, एक साइड ऊपर था, एक साइड डाउन था, with 2 wooden logs. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മുകളിലായിരുന്നു, മറ്റൊരു ഭാഗം വളരെ താഴ്ന്നിരുന്നു. അതിന് 2 wooden logs था. അത് തടി കൊണ്ടുള്ള ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ലോഗ് തടി കഷ്ണത്തിലായിരുന്നു, पेड़ के 2. सो मैं ये इसको आने के बाद मेरे अंदर से समझ में नहीं आ रहा क्या है ये. सो आई वाज थिंकिंग व्हाट इज दिस. ഞാൻ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ചോദിച്ചു ദൈവത്തോട്, മനസ്സിലായില്ല എനിക്ക്. സോ ഐ വാസ് പ്രേയിങ് ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഒന്നും ലഭിച്ചില്ല. मॉर्निंग में सिस्टर से भी शेयर किया, सिस्टर मुझे ये आया क्या पता नहीं चल रहा क्या है ये, व्हाट इज दिस. ഞാൻ രാവിലെ സിസ്റ്ററുമായിട്ട് ഞാൻ ആ കാര്യം ഷെയർ ചെയ്തു. അതെന്താണെന്ന് സിസ്റ്ററിനോട് ചോദിച്ചു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. she said pray. സൗരി പറഞ്ഞത് പ്രാർത്ഥിക്കാം നമുക്ക്. जब मैं बैठकर सुबह में प्रार्थना कर रहा था, ഞാൻ രാവിലെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ तो परमेश्वर मुझे दानियल के किताब के पास लेकर गया. थैंक यू लॉर्ड.
കർത്താവ് എന്നെ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുപോയി. पांच अध्याय ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 5:20-19 5:22-23 5:22. तो दानियल जो बेलशाज़र को एक हाथ आकर लिखता है दीवार पर, उसकी व्याख्या दानियल कर रहे हैं. ഇവിടെ ബെൽഷസർ രാജാവിൻ്റെ മുൻപാകെ ഒരു കൈ വന്ന് ഭിത്തിയിൽ എഴുതിയ കാര്യം ദാനിയേൽ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. 22 അവൻ്റെ മകനായ ബെൽഷസരെ ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ച് കാണുവാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. हालेलुया 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 हालेलुया. तो बेलशाज़र को पता था उसके पापा के टाइम पे परमेश्वर कितना बड़ा काम किया उसके साथ, नबूकदनेस्सर के साथ. ബെൽഷസർ രാജാവിന് അവൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവിൻ്റെ സമയത്തുണ്ടായ വലിയ ദൈവികമായ ഇടപെടലിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. तो वो बात पढ़ेंगे और 20 में पढ़ा. അത് 20-ാം വാക്യത്തിലുണ്ട്. तो उसका गलती क्या था, उसका बाप का गलती क्या था? അവൻ്റെ അപ്പൻ്റെ തെറ്റ് ഇതായിരുന്നു, അവൻ്റെ ഹൃദയം ഗർവിച്ചു, അവൻ്റെ മനസ്സ് അഹങ്കാരത്തിൽ കഠിനമായി പോയ ശേഷം അവൻ രാജസന്നിധിയിൽ നിന്ന് നീങ്ങിപ്പോയി. उसका गलती पता था बेलशाज़र को. നെബൂഖദ്നേസർ രാജാവിൻ്റെ മകനായ ബെൽഷസറിന് തൻ്റെ അപ്പൻ്റെ ജീവിതത്തിലുണ്ടായ ആ നിഗളത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. तो उस समय दानियल यहाँ पर बोल रहे कि परमेश्वर को तूने महिमा दिया नहीं. ഇവിടെ ദാനിയേൽ ബെൽഷസറിനോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടത്ര മഹത്വം കൊടുത്തില്ല. तो परमेश्वर की तरफ से एक हाथ आकर वहाँ पर दीवार पर लिखता मैंने टेकेल उफारसिन. അവിടെ ദൈവത്തിൽ നിന്ന് ഒരു കൈ വെളിപ്പെട്ട് ഭിത്തിയിൽ അവിടെ എഴുതി കാണിക്കുവാൻ ഇടയായിത്തീർന്നു. മെനെ 24 തെക്കേൽ ഒഫീസിൻ 24. അതിൽ ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ തെക്കേൽ ഒഫസീൻ. കാര്യത്തിൻ്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിനെ അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറോസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ചും മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആകെ അവൻ കൈപ്പത്തി അയച്ച് എഴുത്തെഴുതിച്ചിരിക്കുന്നു. എഴുത്തോ മെനെ തെക്കേൽ ഒഫസിൻ. കാര്യത്തിൻ്റെ അർത്ഥം അത് മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. हालेलुया 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 हालेलुया. ऊंचे आवाज से बोले हालेलुया हालेलुया. വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. परमेश्वर वहां पर किसी को तुलना करके देख रहा है, जैसे कि ही इज वेइंग, ही इज काउंटिंग. അവിടെ ദൈവം തുലാസിൽ തൂക്കി നോക്കുകയാണ്. तो जब परमेश्वर उसको तोलकर देखा तो उसका सही नहीं निकला नाप. ദൈവം അവനെ രാജാവിനെ തൂക്കി നോക്കിയപ്പോൾ അവൻ കുറവുള്ളവനായി കണ്ടു അവനെ. ये बात हम देख सकते हैं कि परमेश्वर के खिलाफ जो जाएगा, जो परमेश्वर को महिमा नहीं देगा, परमेश्वर उसको काउंटिंग कर रहा है. ദൈവത്തെ മഹത്വീകരിക്കാതെ നിഗളിച്ച് നടക്കുന്നവരെ ദൈവം തുലാസിൽ തൂക്കി നോക്കും. तो जब बेलशाज़र को परमेश्वर तुलना करके देखा तो उसका व्यवहार सही नहीं था. ദൈവം ബെൽഷസർ രാജാവിനെ തൻ്റെ അളവുകോലായ തുലാസിൽ തൂക്കി നോക്കിയപ്പോൾ അവൻ കുറവുള്ളവനായി കണ്ടു. He knows everything about his father.
അവന് അവൻ്റെ അപ്പനെക്കുറിച്ചുള്ള എല്ലാ ജ്ഞാനവും ഉണ്ടായിരുന്നു. or what God did to that king, he knows everything. അവൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവിൻ്റെ സമയത്തുണ്ടായ ദൈവിക ഇടപെടലിനെക്കുറിച്ചുള്ള എല്ലാ അറിവും മകനായ ബെൽഷസ്സർ രാജാവിന് ഉണ്ടായിരുന്നു. Even though he did not glorify God. അവൻ ദൈവത്തെ മഹത്വീകരിച്ചില്ല. तो परमेश्वर के तरफ से हाथ आकर लिख रहा है कि तेरा समाप्त हो गया. ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ മകനായ ബെൽഷസ്സർ രാജാവ് തന്നെ താഴ്ത്തിയില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരു കരമിറങ്ങി വന്ന് എഴുതി അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി, നീ കുറവുള്ളവനായിരിക്കുന്നു. मैं ऐसे नहीं कह रहा कि परमेश्वर उनको खत्म करेगा किसी और को. I am not telling that God is going to destroy or kill. ഞാൻ ഇതല്ല പറയുന്നത്, കർത്താവ് വന്ന് അവനെ നശിപ്പിക്കുമെന്നല്ല പറയുന്നത്. But वहाँ पर जजमेंट एक के लिए एक जैसा होता है. അവിടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ന്യായവിധിയാണ്. तो उसका गलती क्या था वहाँ पर? അവന്റെ കുറ്റം എന്തായിരുന്നു? सब कुछ जानता है फिर भी परमेश्वर को महिमा नहीं दिया. हालेलुया. അവൻ അവന്റെ അപ്പന്റെ കാലത്തുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവുള്ളവനായിരുന്നിട്ടും ദൈവത്തിനെ മഹത്വപ്പെടുത്തിയില്ല. परमेश्वर उसको तुलना करके देखा तो परमेश्वर बोला मैं तेरा हिसाब किताब खत्म कर दूंगा. കർത്താവ് അവനെ തൂക്കി നോക്കി എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ന്യായം വിധിക്കും. The same day he died. ആ അതേ ദിവസം തന്നെ അവൻ മരിക്കുവാനിടയായിത്തീർന്നു. तो इसके साथ साथ और भी एक दो वचन हम देखेंगे. रोमन्स 1:21. അതിനോട് ചേർന്ന് നമ്മൾ ഒന്ന് രണ്ട് വാക്യം കൂടി നോക്കും. നമ്മൾ റോമ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. റോമൻസ് 1:21. അവനെ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുക. अन्य जाति के बारे में यहाँ पर लिखा गया कि परमेश्वर को वे जानते हैं फिर भी परमेश्वर को स्तुति नहीं किया, धन्यवाद नहीं किया. ദൈവത്തെ അറിയാത്ത ജാതികളെ കുറിച്ചാണ് പറയുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. सब जानते हैं परमेश्वर के बारे में. हालेलुया. എല്ലാവർക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. फिर भी वो अपने बातों में व्यर्थ हो गए. എന്നാലും അവർ അവരുടെ വാക്കുകൾ തെറ്റിപ്പോയി. और उनके ऊपर परमेश्वर की क्रोध खड़ा है. അവരുടെ എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം ഇറങ്ങി വരുന്നു. और सेकंड चैप्टर में दूसरे अध्याय में लिखा है कि यहूदियों के साथ भी परमेश्वर ऐसे ही गुस्सा रख रहा है. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് യഹൂദന്മാരോട് ദൈവം അതുപോലെ തന്നെ ഇടപെടുന്നു. क्योंकि वो भी परमेश्वर को महिमा नहीं दे रहे. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. परमेश्वर को जानते हैं, ദൈവത്തെ അറിഞ്ഞു, उनके महान कामों को भी जानते हैं, അവന്റെ വലിയ കാര്യങ്ങളെക്കുറിച്ചും അവർ परमेश्वर അറിഞ്ഞു. कितना सामर्थ्य है वो जानते हैं, ദൈവത്തിന്റെ മഹാശക്തിയെക്കുറിച്ച് അവർ അറിഞ്ഞു. परमेश्वर कितना अनुग्रहशाली है वो जानते हैं. ദൈവം എത്ര അനുഗ്രഹം കൊടുക്കുന്നവനാണെന്നും അറിഞ്ഞു. फिर भी अपने बातों में व्यर्थ हो गए. എന്നാലും അവർ അവരുടെ പ്രവൃത്തികളിൽ അവർ വ്യർത്ഥരായി മൂഢരായി തീർന്നു. और परमेश्वर को महिमा नहीं दिए. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. इसलिए परमेश्वर की गुस्सा उन पर आ गया. അതുകൊണ്ട് ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ ഇറങ്ങി और വന്നു. परमेश्वर का क्रोध उन पर रुका है, खड़ा है. അവൻ ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ ഇറങ്ങി വന്ന് ഇടയാനി. जब हम नया नियम में देखेंगे तो हेरोदेस राजा जब परमेश्वर को महिमा नहीं देता उसके कारण परमेश्वर के दूत आकर उसको मार देते उसी समय. പുതിയ നിയമത്തിൽ നാം കാണുന്നത് ഹെരോദ രാജാവും ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതുകൊണ്ട് അവന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വരികയും അവൻ മരിക്കുവാനിടയായി തീരുകയും ചെയ്തു. 12:23 Acts. പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 23 അതിൻ്റെ 23-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യേശു അവരോട് ഉത്തരം പറഞ്ഞ്, മനുഷ്യപുത്രൻ 12:23 ജോൺ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. तो यहाँ पर देखे कि परमेश्वर उसके द्वारा बात कर रहा है, राजा के द्वारा. ഇവിടെ ദൈവം ആ രാജാവിലൂടെ ദൈവം സംസാരിക്കുകയാണ്. लोग जानकर बोल रहे कि परमेश्वर की आवाज है, इंसान का नहीं है. ആ രാജാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജനമെല്ലാം ആർത്ത് പറയാൻ ഇടയായി തീർന്നു, ഇത് മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ വാക്കാണ്. और राजा परमेश्वर को महिमा नहीं देने के कारण स्वर्गदूत आकर उसको खत्म कर दिया. ആ രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവനെ അടിക്കുവാൻ ഇടയായി തീർന്നു. तो मैं आपसे कहता हूं कि परमेश्वर को हम कितना महिमा दे रहे हैं अपनी जिंदगी में. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് എത്ര മാത്രമാണ് മഹത്വം കൊടുക്കുന്നത്?
ये ज़्यादा खासियत है कि हम परमेश्वर को हर विषय में महिमा दें। ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. जब नबूकदनेस्सर परमेश्वर को महिमा नहीं दिया, നെബൂഖദ്നേസർ രാജാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ, बेलशास्सर परमेश्वर को महिमा नहीं दिया, അവന്റെ മകനായ ബെൽഷസ്സറും ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നു, अन्य जाति लोग परमेश्वर को महिमा नहीं दिया, ജാതികളായ മനുഷ്യരും ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നു, हेरोदेस राजा महिमा नहीं दिया परमेश्वर को, ഹേരോദ രാജാവും ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. बाकी के कामों को साइड में करके केवल परमेश्वर यही देख रहे कि क्या मुझे महिमा दे रहे या नहीं दे रहे. ദൈവം നമ്മുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളൊന്നുമല്ല നോക്കുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്നാണ് ദൈവം അന്വേഷിക്കുന്നത്. अगर जो परमेश्वर को महिमा नहीं देते, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ, परमेश्वर को जानते हुए भी ദൈവത്തെ അറിഞ്ഞതിനു ശേഷവും यदि अपने बातों में व्यर्थ हो गए, നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ മൂഢരായി തീരുമ്പോൾ, अपने कामों में भी व्यर्थ हो गए, നമ്മുടെ പ്രവൃത്തികളാൽ നാം മൂഢരായി തീരുമ്പോൾ, तो परमेश्वर के उस गुस्सा के तरफ हम जा रहे. നാം ദൈവത്തിന്റെ ക്രോധത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. तो कल के दिन में जो देखा, परमेश्वर मुझे ये समझाए कि वो जो भी प्राप्त किया वो परमेश्वर को महिमा देना चाहिए. ദൈവം എന്നോട് സംസാരിച്ച വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. यदि अपने आप को बड़ा करना चाहते हैं, अपने आप को स्थापित करना चाहते हैं, परमेश्वर उनको संभालेगा, मतलब उनको सहेगा नहीं. He will not tolerate. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിന് ശേഷം തന്നെത്താൻ ഉയർത്തുവാൻ അല്ലെങ്കിൽ തൻ്റെ എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ദൈവം തകർത്ത് കളയും. क्योंकि परमेश्वर का राज्य हमेशा रहने वाला है, കാരണം ദൈവത്തിന്റെ രാജ്യം എന്നേക്കും സ്ഥിരമായിരിക്കും. क्योंकि उसको ही महिमा मिलना चाहिए. കാരണം ദൈവത്തിന് എല്ലായ്പ്പോഴും എപ്പോഴും മഹത്വം കിട്ടണം. हर एक हालत में हम परमेश्वर को महिमा देना चाहिए. ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കണം. हालेलुया, ആമേൻ, हालेलुया. ഹല്ലേലൂയ. इन बातों के द्वारा परमेश्वर हमको उनको स्तुति करने वालों के जैसा बनाए. ഈ വാക്യങ്ങളാൽ ദൈവം നമ്മെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാക്കി നമ്മളെ മാറ്റട്ടെ. परमेश्वर आशीष दे आपको. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. थैंक यू.